അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന ദീപമുണ്ട്, ദേവി അവിടെ പീഠത്തിൽ ഇരിക്കുന്നുണ്ടെന്നുള്ള സങ്കല്പം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ തൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ കുറിച്ചുള്ള പൂർണ്ണമായ ബോധ്യം എൻ്റെ മുന്നിൽ ഇങ്ങനെ കാണുകയാണ്. ഒരു വെള്ള വസ്ത്രം ധരിച്ച കുറേ ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുന്നതായിരുന്നു. കാലുകളൊന്നും ഭൂമിയിൽ പതിഞ്ഞിട്ടില്ലായിരുന്നു. പ്രേതബാധ വന്നാൽ എങ്ങനെയാണോ കറങ്ങുന്നത് അതുപോലെയുള്ളൊരു ഭാവമായിരുന്നു അന്ന് എനിക്ക് സംഭവിച്ചത്. അപ്പം അങ്ങനെ എൻ്റെ ഉള്ളിൽ കുറേ ദുർവാസനകളെ കടത്തി വിടുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് ഉണ്ടായി. നമസ്കാരം സ്വാമിജി. നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വിഷയം ദുരാത്മാക്കളെ കുറിച്ചാണ്. ശരീരം നഷ്ടപ്പെട്ട പ്രേതഭാവം കൊണ്ട ദുരാത്മാക്കൾ മനുഷ്യരെ ആക്രമിക്കുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങയുടെ ജീവിതത്തിലുണ്ടായ ഒരു ദുരനുഭവം ഒന്ന് പങ്കുവയ്ക്കാമോ? ഏകദേശം എനിക്കൊരു 28 വയസ്സ് പ്രായമുണ്ടാവും. ഞാൻ നല്ലൊരു മനുഷ്യനായി ഇങ്ങനെ ജീവിക്കുന്ന കാലഘട്ടമായിരുന്നു. അപ്പോൾ പല സുഹൃത്തുക്കളും കിട്ടി എനിക്ക്. സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ് എന്തിനാ ഇങ്ങനെ നല്ലൊരു മനുഷ്യനായി ജീവിക്കേണ്ട ആവശ്യം, കുറച്ച് തെറ്റുകളൊക്കെ ചെയ്യണം നമ്മൾ, അതൊക്കെ നല്ലതാണ്, ഈ ലോകത്തെ നമ്മൾ അറിയണമെങ്കിൽ കുറച്ച് തെറ്റുകളൊക്കെ ചെയ്യണം. അപ്പം അങ്ങനെ എൻ്റെ ഉള്ളിൽ കുറേ ദുർവാസനകളെ കടത്തി വിടുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് ഉണ്ടായി. അത് 28 വയസ്സിലാണ് ഈ സംഭവം. എന്നാൽ അങ്ങനെ തന്നെ ഞാൻ എൻ്റെ ഉള്ളിൽ ഒരു ദുഷിച്ച സങ്കല്പം വെച്ചു, കുറച്ച് തെറ്റൊക്കെ ചെയ്യാം എന്ന്. അങ്ങനെ അതിനെന്ത് ചെയ്യണം? കുറച്ച് തെറ്റുകളൊക്കെ ചെയ്യണമെങ്കിൽ രാത്രിയുടെ മറവിൽ ചെയ്യണം. തെറ്റുകളൊക്കെ ചെയ്യേണ്ടത് എപ്പോഴാണ്? പകലാരും തെറ്റ് അങ്ങനെ കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? രാവിലെ എഴുന്നേൽക്കണം. രാവിലെ ഒരു 4 മണി 3 മണിക്ക് അങ്ങനെ ഉണർന്ന് ഒരു പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ നമുക്ക് തെറ്റുകളൊക്കെ ചെയ്യാം എന്നുള്ള ഒരു മനസ്സിലൊരു സങ്കല്പിച്ചു. അങ്ങനെ ഞാൻ മനസ്സിൽ സങ്കല്പിച്ച് വീട്ടിൽ, അങ്ങനെ എൻ്റെ പൂർവാശ്രമം ഇരിങ്ങത്തായിരുന്നു. ആ വീട്ടിൽ തന്നെയാണ്. ഞാൻ ഗൾഫിൽ നിന്നും വന്ന സമയമായിരുന്നു, ബഹറിലായിരുന്നു ഞാൻ. ആ വന്ന അവസരമാണ്. ശരി, അങ്ങനെ രാവിലെ ഞാനൊരു 3:30 മണിക്ക് ഞെട്ടി ഉണർന്നു. അപ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മ വന്നു, ഞാനിങ്ങനെയൊക്കെ പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അങ്ങനെ അതൊക്കെ വിചാരിച്ച് എഴുന്നേൽക്കാൻ പോകുന്ന സമയമാണ്. അതൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മുന്നിൽ ഇങ്ങനെ കാണുകയാണ്. ഒരു വെള്ള വസ്ത്രം ധരിച്ച കുറേ ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുന്നതായിരുന്നു. കാലുകളൊന്നും ഭൂമിയിൽ പതിഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ അതിൻ്റെ മുൻപേ അങ്ങനത്തെ ഒരു രംഗങ്ങളോ ഒന്നും തന്നെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ നടന്നു പോകുന്ന പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതായിട്ടാണ് അനുഭവം വന്നത്. അത് പ്രവേശിക്കേണ്ട താമസം എൻ്റെ ബുദ്ധിമണ്ഡലം മൊത്തം എനിക്ക് നഷ്ടപ്പെട്ടു. ബോധമണ്ഡലം മുഴുവനും എനിക്ക് നഷ്ടപ്പെട്ടു. എനിക്ക് ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു ചേർന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് കറങ്ങുമായിരുന്നു. നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഈ പ്രേതബാധ വന്നാൽ എങ്ങനെയാണോ കറങ്ങുന്നത് അതുപോലെയുള്ളൊരു ഭാവമായിരുന്നു അന്ന് എനിക്ക് സംഭവിച്ചത്. എന്താണെന്ന് എനിക്ക് പറയാൻ സാധ്യമല്ല. എന്തായാലും എൻ്റെ കൺട്രോളിങ് മൊത്തം നശിച്ചു വരുന്നു. ഭഗവാനെ എന്തു പറ്റി എനിക്ക് എന്ന് കേണ് ഞാൻ ഭഗവാനോട് അപേക്ഷിച്ചു. പക്ഷേ ഒരു മാറ്റവുമില്ല. അന്ന് എനിക്ക് ആധ്യാത്മികതയുടെ ഒന്നും അറിയില്ല. ആകെ ക്ഷേത്രത്തിൽ പോയി നമസ്കരിക്കുമെന്നല്ലാതെ ജപിക്കുമെന്നല്ലാതെ വേറൊന്നും എനിക്ക് ഈശ്വരനെ കുറിച്ച് അറിയില്ല. രാവിലെ 5 മണിക്കൊക്കെ ഉണർന്ന് ജപിക്കാറുണ്ട്, ക്ഷേത്രത്തിൽ പോകാറുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇരിങ്ങത്ത് ഒരു ഭഗവതി ക്ഷേത്രമുണ്ട്. ആ ഭദ്രകാളിയാണ് അവിടുത്തെ ദേവത. അപ്പോൾ ഭഗവതി, അപ്പോൾ എൻ്റെ മനസ്സിൽ ഉടനെ ആ ക്ഷേത്രമാണ് ഓർമ്മയിൽ വന്നത്. ആ ക്ഷേത്രത്തെ ഞാൻ മനസ്സുകൊണ്ട് സങ്കല്പിച്ചു. ആ ക്ഷേത്രത്തെ ഞാൻ പ്രദക്ഷിണം ചെയ്യുന്നതായിട്ട് അവിടെ സങ്കല്പിച്ചു. ഈ കറങ്ങുമാണ്, ശരീരം ഒട്ടാകെ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഒന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ ക്ഷേത്രത്തെ പ്രദക്ഷിണം ചെയ്ത് ഞാൻ നേരിട്ട് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് ഭാവന കൊണ്ടു. അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന ദീപമുണ്ട്, ദേവി അവിടെ പീഠത്തിൽ ഇരിക്കുന്നുണ്ടെന്നുള്ള സങ്കല്പം. ആ ദേവി എന്ന് പറഞ്ഞ പ്രത്യേക രൂപമൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്തോ ഒരു ശക്തി ചൈതന്യമായിട്ടാണ് ഞാൻ ദേവിയെ അന്ന് എൻ്റെ മനസ്സിൽ സങ്കല്പിച്ചിരിക്കുന്നത്. അങ്ങനെ ദേവിയുടെ
ആ പീഠത്തിലേക്ക് കയറി ദേവിയുടെ പീഠത്തിൽ ഞാൻ അങ്ങ് ഇരുന്നു. ദേവിയുടെ മടിത്തട്ടിലേക്ക് സങ്കല്പിക്കുകയാണ് ഇത്. ആ ദേവിയുടെ മടിത്തട്ടിലേക്ക് ഇരിക്കേണ്ട താമസം ആ ശക്തി എന്നിൽ നിന്നും വിട്ടു പുറത്തേക്ക് പോയി. എനിക്കെന്താണെന്ന് അറിയില്ല, ഇന്ന് വരെ അറിയില്ല അതെന്താണെന്ന്. ഇതൊരു അനുഭവമാണ്. സർവറ്റിലും ഈശ്വരനെ കാണുന്ന ഒരു സമ്പ്രദായമാണ് ഭാരതീയ സംസ്കാരത്തിൽ. എന്തിന്? ഒരു ചെറിയ കല്ലിൻ്റെ കഷ്ണം കണ്ടാൽ അതിൽ പോലും ഈശ്വരനെ കാണുന്നു. ഒരു ഉറുമ്പിനെ കണ്ടാൽ അതിൽ ഈശ്വരനെ കാണുന്നു. ഉറുമ്പിന് ഭക്ഷണം കൊടുക്കും. നമ്മൾ വലിയ പായസമൊക്കെ വെച്ചിട്ടില്ലേ, അങ്ങനെ കൊടുക്കുന്നു ഉറുമ്പിന്. ഇനി അതല്ല, അങ്ങനെ മേലോട്ട് ഓരോ ജീവിയിലും, സർപ്പത്തിൽ, പാമ്പിൽ നമ്മൾ ഈശ്വരനെ കാണുന്നു. പാമ്പിനെ നമ്മൾ കാണുമ്പോൾ വണങ്ങുന്നു. സിംഹത്തെ കാണുമ്പോൾ വണങ്ങുന്നു. ആനയെ കാണുമ്പോൾ വണങ്ങുന്നു. മനുഷ്യരെ കാണുമ്പോൾ വണങ്ങുന്നു. ഇങ്ങനെ എന്തിനെ കാണുമ്പോഴും നമസ്കരിക്കുന്ന ഒരു സമ്പ്രദായം ഈ ലോകത്തിൽ നോക്കിയാൽ അത് ഭാരതത്തിലേ ഉള്ളൂ. സർവത്തിലും ഈശ്വരനെ കാണുക, സർവമായിരിക്കുന്ന ഈശ്വരൻ തന്നെയാണെന്നുള്ള ആ ഭാവന ഇത് വേറെ എവിടെയുണ്ട്? ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യം ജഗത് തേന തെക്തേന ഭുഞ്ജീതാഹ മാ കൃത കസ്യ സിദ്ധനം എന്നുള്ള ആ ഉപനിഷത്ത് വാക്യം, യജുർവേദത്തിലെ മന്ത്രം. അപ്പൊ എല്ലാറ്റിലും ഈശ്വരൻ കുടികൊള്ളുന്ന ക്ഷേത്രമാണ്. അപ്പൊ എല്ലാറ്റിലും ആ ഈശ്വരനെ കാണാനുള്ള ഒരു വാസ്തുവിൽ പോലും ഒരു സ്ഥലം കണ്ടാൽ ആ സ്ഥലത്തിലും അതൊരു ഈശ്വരനാണ്. ഒരു ദേശം കണ്ടാൽ അതൊരു ഈശ്വരനാണ്. ഒരു പുഴയെ കണ്ടാൽ അതൊരു ഈശ്വരനാണ്. ഇങ്ങനെ സർവത്തിലും നമുക്ക് ഈശ്വരനെ കാണാനുള്ള ഒരു ഭാവം നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തറച്ചു കിടക്കുന്നുണ്ട്. മോക്ഷം എന്ന് പറഞ്ഞാൽ ജ്ഞാനം കൊണ്ട് മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ. എന്താണ് ജ്ഞാനം? ജ്ഞാനം എന്ന് പറഞ്ഞാൽ തൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ ബോധ്യം. ഈ ബോധ്യമുള്ളവന് മാത്രമേ മോക്ഷമുള്ളൂ. എന്നാൽ ജീവന്റെ ഗതി, ഈ ഒരു ഞാൻ ദേഹമാണെന്ന് കരുതി ജീവിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ജനനമുണ്ട്, മരണമുണ്ട്. അതിനുശേഷം ശാസ്ത്രങ്ങളിൽ പറയുന്ന നരകത്തെക്കുറിച്ചൊക്കെ പറയും. നമ്മൾ നരകം കണ്ടിട്ടില്ല, അതൊക്കെ ശാസ്ത്രങ്ങൾ പറയുന്നതാണ്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ പുരാണങ്ങൾ, ഇതിഹാസങ്ങളാണ്. ഉപനിഷത്തുകളിലേക്കൊന്നും പോയാൽ, അല്ലെങ്കിൽ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ഈ വേദങ്ങളിലേക്കൊന്നും പോയാൽ നരകത്തെക്കുറിച്ചൊന്നും വിസ്തരിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല. ഞാൻ എവിടെയും വായിച്ചിട്ടില്ല നരകത്തെക്കുറിച്ച്. എന്നാൽ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും നരകത്തെക്കുറിച്ച് നല്ലതുപോലെ വിസ്തരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ജീവന്റെ എന്താണ് ഗതി എന്ന് ആർക്കും കാണാൻ സാധ്യമല്ല. ഇപ്പൊ പെട്ടെന്ന് ഒരാൾ മരിച്ചത് കൊണ്ട് അയാൾ ശ്രേഷ്ഠനാണ്, അല്ലെങ്കിൽ ഒരാൾ കുറേ നരകയാതനകൾ അനുഭവിച്ച് മരിച്ചത് കൊണ്ട് അയാൾ നരകത്തിലേക്കാവുന്നു, ഇങ്ങനെയൊന്നുമില്ല. അയാൾ പാപം തിരിയാണ്. കുറേ നരകം അനുഭവിക്കുന്ന എന്താ സംഭവം? കുറേ ഇവിടെ വെച്ച് തന്നെ കുറേ പാപങ്ങൾ കഴുകിക്കളയാണ് സത്യത്തിൽ. അപ്പോൾ ആര് ശ്രേഷ്ഠൻ, ആര് ശ്രേഷ്ഠനല്ല എന്ന് നമുക്കൊന്നും പറയാൻ സാധ്യമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം.